ഹായ്, ഏവർക്കും റാസ് വീഡിയോസിലേക്ക് സ്വാഗതം. ചെടികൾ പരിപാലിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ചെടിച്ചട്ടി നിർമ്മാണവും. അതായത് ചെടിച്ചട്ടി മനോഹരമായി രൂപകൽപ്പന ചെയ്താൽ അതിൽ ചെടികൾക്ക് ഭംഗി കൂടും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരൊറ്റ മോൾഡ് ഉപയോഗിച്ച് നിഷ്പ്രയാസമുണ്ടാക്കുന്ന ഒരു പൂച്ചട്ടി നിർമ്മാണ രീതിയാണ് ഇന്നത്തെ വീഡിയോ വിഷയം. ഒരു വ്യത്യസ്തമായ ചട്ടിയാണ്. അതായത് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് തെർമോക്കോൾ ഉപയോഗിച്ചും സിമൻറ്റ് കൊണ്ടുമാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ഇന്നത്തെ ചെടിച്ചട്ടി നിർമ്മാണത്തിന് വേണ്ടത് ഇതേ കണക്കൊരു മോൾഡാണ്. ഭംഗിയുള്ളൊരു മോൾഡ് നിങ്ങൾ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കുക. ഇതിനകത്തിരിക്കാൻ കണക്കിന് പാകത്തിനുള്ള വേറൊരു ചെടിച്ചട്ടിയും വേണം നമുക്ക്. ഇങ്ങനത്തെ 2 മോൾഡാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ മോൾഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ചെടിച്ചട്ടി നിർമ്മിക്കുന്നത്. ഈ ചെടിച്ചട്ടി നോർമൽ ചെടിച്ചട്ടിയാണ്. ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പാകത്തിനായ ഒരു സൈസിലുള്ളത് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ അരിക് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അരിക് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്ന വേറൊന്നിനുമല്ല, നമുക്ക് സിമൻറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഇതിൻ്റെ അരികുകൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ കണക്കിന് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. 2 ചട്ടിയിലും അകവശത്തും മറ്റേ ചട്ടിയുടെ പുറവശത്തുമായിട്ട് ഓയിൽ നന്നായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി സിമൻറ്റ് മണലുമോ അല്ലെങ്കിൽ സാൻഡോ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എടുക്കുന്ന അളവ് പാത്രം ഇതാണ് കേട്ടോ. ഇതിൽ 1:2 എന്നുള്ള ക്രമത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഒരു പാത്രം സിമൻറ്റിന് 2 പാത്രം മണൽ അല്ലെങ്കിൽ സാൻഡ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് 1:2 എന്ന ക്രമത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ പൊട്ടിനെ മാവ് കുഴയ്ക്കുന്നതിനേക്കാളും ഒരു കുഞ്ഞായിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം, ഇത്രയേ ഉള്ളൂ. കൂടുതൽ വെള്ളമായി പോകരുത്. കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മോൾഡിൽ നമുക്ക് ഇളക്കി എടുത്തിട്ട് അടുത്ത് വീണ്ടും ആ മോൾഡ് യൂസ് ചെയ്ത് വേറെ ചെടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഉടനെ ചെയ്യാൻ പറ്റത്തില്ല. ഇതാകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റും. അത് കറക്റ്റായിട്ട് ഇരിക്കും. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അതൊരു സൈഡിലോട്ട് ഒലിച്ച് മാറും. അതുകൊണ്ടാണ്. ഫുള്ളായിട്ട് നമ്മളിതിൽ വെച്ചതിന് ശേഷം നമ്മുടെ സെക്കൻഡ് മോൾഡ് എടുത്ത് വയ്ക്കുക. സെക്കൻഡ് മോൾഡ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉറപ്പ് വരുത്തുക. ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ടേബിളിൻ്റെ പുറത്തെടുത്ത് വയ്ക്കുന്നത്. നിങ്ങൾക്ക് താഴെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ടോട് കൂടി ഇതിനെ കുറച്ചുകൂടി നല്ല ഫിനിഷിങ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാമറയിൽ പോസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടും ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് നല്ല ഫിനിഷിങ് ഉണ്ടാവും. നല്ല കറക്റ്റായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഇത് കണക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള വാക്വം സ്പേസ് മാക്സിമം ഒഴിവാക്കി എടുക്കുക.
അരികെല്ലാം നല്ല ഫിനിഷായെന്നും വാക്വം സ്പേസ് ഇല്ലാന്ന് നന്നായിട്ട് ഉറപ്പ് വരുന്ന സമയത്ത് നമ്മുടെ ഈ സെക്കൻഡായിട്ട് വലിച്ചിട്ട് ചെയ്യുന്ന ചെടിച്ചട്ടി പതുക്കെ റിമൂവ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ആ മോൾഡിൻ്റെ സൈസ് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. സൈഡിലും ഒരേപോലെ ആയിരിക്കും. അത് നിങ്ങൾ ആദ്യമേ ഉറപ്പ് വരുത്തുക, ചെടിച്ചട്ടി വയ്ക്കുന്ന സമയത്ത് തന്നെ ഉറപ്പ് വരുത്തുക തിക്നെസ് എല്ലാ സൈഡിലും ഒരേപോലെ ആണോ എന്നുള്ളത്. ഇനി അകത്ത് എം സാൻഡ്, ഞാൻ നേരത്തെ യൂസ് ചെയ്ത അതേ എം സാൻഡ് തന്നെയാണ്. ആ എം സാൻഡ് ഇതിൻ്റെ അത് നിറയ്ക്കുക, കറക്റ്റായിട്ട് നിറയ്ക്കുക, നല്ല പ്രസ് ചെയ്ത് ഫുള്ളായിട്ട് നിറയ്ക്കുക. നിങ്ങൾക്കിത് എം സാൻഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, പൂഴിമണ്ണോ മണലോ എന്ത് വേണോ യൂസ് ചെയ്യാം. പക്ഷേ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം. അത് അതിൻ്റെ അകത്തൊരു വാക്വം സ്പേസ് വരാൻ പാടില്ല. പിന്നെ ഇതാണൊക്കെ ഞാനിപ്പോൾ ഒരു ടൈൽസിൻ്റെ കഷ്ണം എടുക്കുന്നു. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഒരേ ലെവലിലുള്ള ഇതുള്ളത് അത് വെച്ചിട്ട് ഇതിനെ തലകീഴായിട്ട് കമത്തിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഒരു ചട്ടിയുടെ നിർമ്മാണം കഴിയും. ഇനി ആദ്യം വെച്ച് ഈ മോൾഡ് പതുക്കെ റിമൂവ് ചെയ്യുക, വളരെ പതുക്കെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ചട്ടിയുടെ നിർമ്മാണം പൂർത്തിയായി. ഇനി നമ്മൾ എത്രത്തോളം നമ്മളിൽ കയ്യിൽ നമ്മൾ കുഴച്ച് വെച്ച് ചാന്തുണ്ടോ അത്രയും നമുക്ക് ഈ സിംഗിൾ ഈ മോൾഡ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ ഹോളിട്ട് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് ഡ്രിൽ ചെയ്തേണ്ടി വരും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെൻറ്ററിലോ അല്ലെങ്കിൽ സൈഡിലോ ഹോൾ ചെയ്യുക. അത് നിങ്ങൾ ഏത് ചെടിയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ഡ്രൈനേജ് കൊടുക്കുക. ഇത്രയും വളരെ സിമ്പിളല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഒരു സിംഗിൾ മോൾഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര സമയമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിമെൻറ്റും മണലും എത്ര കണ്ട് ക്വാണ്ടിറ്റി ഉണ്ടോ അത്ര കണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരത്തെ ഞാൻ കാണിച്ച അളവ് പാത്രത്തിൽ, അതായത് 1 ലിറ്ററിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ ഒരു ഡപ്പയാണത്. അതിൽ ഞാൻ 3 പോട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ടച്ച് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗ്രൗട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനൊക്കെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ സിമെൻറ്റിൻ്റെ ഒരു പരിവരുപ്പ് കാണും. ഇത് വെച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി. ദിവസം കഴിഞ്ഞതിന് ശേഷം ഉണങ്ങിയ മോൾഡുകളെല്ലാം റിമൂവ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്ത് മണലുണ്ടാവും. ആ മണലിനെല്ലാം തൂത്ത് വൃത്തിയാക്കുക. എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ മുക്കി വയ്ക്കുക. 2 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെള്ളത്തിൽ മുക്കിയിടുക. അപ്പോഴേക്കും നല്ല ഡ്യൂറബിലിറ്റി കിട്ടും അതിന്. വളരെ സിമ്പിളല്ലേ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.
എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ കണക്കിലുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.